ആദ്യം മൊബൈൽ കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്, ആദ്യം പണം കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്, ആദ്യം കുട്ടികൾക്ക് ഒഴിവു സമയം കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്. ഈ ഒഴിവു സമയവും ആരോഗ്യവും ഒക്കെ ചേർന്ന് വന്നാൽ അതെന്ത് സംഭവിക്കും? അത് വലിയ നിഅമത്താണ്. ആരോഗ്യവും ഒഴിവു സമയവും എന്ന് പറയുന്നത് വലിയ നിഅമത്താണ്. പക്ഷെ മഹാഭൂരിപക്ഷം ആളുകളും അതിൽ വഞ്ചിതരാകുന്നു എന്നതാണ്. അപ്പൊ അത് ചെറുപ്രായത്തിൽ തന്നെ അത് രണ്ടും യോജിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാശും അതേപോലെ തന്നെ സമയവും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടെയും പോകും. ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു പുതിയ സംസ്കാരമാണെന്ത്, 11-12 മണിക്ക് ശേഷമാണ് പല സ്ഥലത്തും ഇപ്പോൾ കളി ആരംഭിക്കുന്നത്. അതിനുള്ള ടർഫുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുങ്ങിയിട്ടുണ്ട്. ടർഫ് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പൊതു ഇടങ്ങൾ നമുക്ക് ആവശ്യമാണ്, വ്യായാമത്തിനുള്ള സ്ഥലം കേരളത്തിൽ ആവശ്യമാണ് കുറഞ്ഞു വരുന്ന സ്ഥിതിക്ക്. എന്നാൽ രാത്രി കാലങ്ങളിൽ അവിടെ പോയി സജീവമാകുന്നത് ഒരു ഫാഷനാക്കി, നൈറ്റ് ലൈഫ് എന്നത് പാശ്ചാത്യ നാടുകളെപ്പോലെ നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വലിയ അജണ്ടയുണ്ട് ഇവിടെ. തിരുവനന്തപുരത്ത് മാനവീയം വീതി എന്ന് പറയുന്ന ഒരു വീതിയെ സംബന്ധിച്ച് ഈ അടുത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ഇതാണ്, രാത്രി ലൈഫാണ്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി നേരം വെളുക്കും 5 മണി വരെയുള്ള രാത്രി. ആ രാത്രിയിൽ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ മുഴുവൻ ഉണ്ടാകണമെന്നാണ്. അവസാനം കേരളത്തിലെ പട്ടണങ്ങളൊക്കെ അങ്ങനെ ആകണമെന്നാണ് ഗവൺമെന്റിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് നമ്മളെ നാട് പോകുന്നത്? അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അവിടെ വെച്ചുകൊണ്ടാണ് അവരെല്ലാ ദുശ്ശീലങ്ങളും പഠിക്കുന്നത്. കാരണം ഒരേ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികൾ ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു സ്ഥലത്തും ഒരു സമയത്തും രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കളിയും വിനോദവും മാത്രമല്ല നടക്കുന്നത്. തൊട്ടപ്പുറത്ത് എല്ലാ മയക്കുമരുന്നുകളും സിന്തറ്റിക് ലഹരികളും അതുപോലെ തന്നെ ആൺപെൺ വ്യത്യാസമില്ലാത്ത കൂടിക്കലരലുകളും എല്ലാത്തിനുമുള്ള സന്ദർഭം കൂടി അപ്പുറത്ത് ഒരുങ്ങുകയാണ്. അവിടെ നിന്നാണ് ലഹരിയുടെ ഉപയോഗങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് അവിഹിത ബന്ധങ്ങൾ തുടങ്ങി വെക്കുന്നത്. ഇതിനുള്ള പശ്ചാത്തലമൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്.